കോലിയാക്കിലെ നിത്യവിസ്മയം 2024 ഓഗസ്റ്റ് 15 യോഗി ട്രേഡ്സിനൊപ്പം പുറപ്പെട്ട 10 ദിവസത്തെ ഗുജറാത്ത് യാത്രയ്ക്കിടയിലാണ് ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിൽപ്പെട്ട കോലിയാക്ക് എന്ന സ്ഥലത്ത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രം സന്ദർശിക്കാൻ അവസരം കിട്ടിയത്. മലമുകളിൽ, ഗുഹകളിൽ, സമുദ്രതീരങ്ങളിൽ എല്ലാം ക്ഷേത്രങ്ങൾ കണ്ടേക്കാം. എന്നാൽ സമുദ്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും ഭക്തർക്ക് ദർശനം കൊടുക്കുവാൻ ദിവസത്തിലൊരിക്കൽ സമുദ്രം ഉള്ളിലേക്കെടുക്കുന്ന പ്രതിഭാസത്തോടുകൂടിയ ക്ഷേത്രം തികച്ചും വിസ്മയനീയം. കടലിൻ്റെ തിരയോടും ജലപ്രവാഹത്തോടും ബന്ധമുള്ള ഈ ക്ഷേത്രം പ്രകൃതിയുമായി സമന്വയിക്കുന്ന ദൈവികതയുടെ പ്രതീകമാണ്. വേലിയിറക്ക സമയത്താണ് കടൽ ഉൾവലിയുന്നത്. അത് തികച്ചും സ്വാഭാവികം എന്ന് കാണുന്നവർക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ പ്രദേശത്ത് കടൽക്കരയിൽ നിന്നും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെയുള്ള 1 കിലോമീറ്റർ ദൂരം ഉൾവലിയുന്നു. 5000 വർഷമായി ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ഷേത്ര സമീപത്തുള്ള കടലിലെ ജലനിരപ്പ് താഴാൻ തുടങ്ങുന്നതായി കാണാം. ഞങ്ങൾ ചെന്ന സമയത്ത് ക്ഷേത്രം കടലിൽ മുങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ക്ഷേത്രത്തിലെ കൊടി മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് കടൽ ഇറങ്ങി പോകുന്ന കാഴ്ച നേരിൽ കാണാൻ കഴിഞ്ഞു. ജലനിരപ്പ് പൂർണ്ണമായും താഴ്ന്നതിന് ശേഷം മാത്രമേ ക്ഷേത്ര സങ്കേതത്തിലേക്ക് നടക്കാൻ അനുവാദമുള്ളൂ. കോസ്റ്റ് ഗാർഡിൻ്റെ നിരീക്ഷണത്തിലാണ് ആ പ്രദേശം. ക്ഷേത്ര സമീപത്ത് കൂവളമാലയും അഭിഷേകത്തിനുള്ള പാലും ഭക്തർക്ക് കൊടുത്ത് വരുമാനമുണ്ടാക്കുന്ന ആരതി എന്ന ഒരു കൊച്ചു മിടുക്കി ഞങ്ങൾക്ക് വഴികാട്ടിയായി കിട്ടി. മണൽപ്പുറത്ത് നിമിഷ നേരത്തിൽ ഒരു ശിവലിംഗം ഉണ്ടാക്കി കാണിച്ചു തന്നു അവൾ ഞങ്ങൾക്ക്. ഈ കടൽപ്പുറവും ക്ഷേത്രവുമാണ് അവളുടെയും കുടുംബത്തിൻ്റെയും ലോകം. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ഒരു കഥ ഇങ്ങനെയാണ്. അതായത്, മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർക്ക് തങ്ങൾ നടത്തിയ യുദ്ധം അധർമ്മത്തിനെ നേരിടാനാണെങ്കിൽ കൂടിയും അതിൽ നിരവധി ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഹാനി വരുത്തേണ്ടി വന്നിട്ടുള്ളത് അവർക്കുമേൽ ഒരു കളങ്കം ഉണ്ടാക്കിയേക്കാം എന്ന ഒരു വിഷമം ഉണ്ടാവുകയും അതിന് പരിഹാരം തേടി ഭഗവാൻ കൃഷ്ണനെ സമീപിക്കുകയും ചെയ്തു. പാണ്ഡവരുടെ ഈ ദുഃഖം ശമിപ്പിക്കാൻ കൃഷ്ണൻ അവർക്ക് ഒരു കറുത്ത പശുവിനെയും ഒരു കറുത്ത കൊടിയും കയ്യിൽ കൊടുത്തു. എന്നിട്ട് കൃഷ്ണൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കൊടിയുമായി ഈ പശുവിനെ പിന്തുടരുക. എവിടെ എത്തുമ്പോഴാണോ ഈ പശുവിൻ്റെയും കൊടിയുടെയും വെളുപ്പാകുന്നത് അവിടെ ഇരുന്ന് നിങ്ങൾ മഹാദേവനെ തപസ് ചെയ്യുക. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അവർ സഞ്ചരിക്കാൻ ആരംഭിച്ചു. ഭാവനഗറിലുള്ള കോലിയാക്ക് കടൽ പ്രദേശത്ത് എത്തിയപ്പോൾ ആ കൊടിയും പശുവും വെളുപ്പു നിറമായി. അങ്ങനെ അവർ അവിടെ ഇരുന്ന് മഹാദേവനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. അവരിൽ സംപ്രീതനായ മഹാദേവൻ 5 സ്വയംഭൂ ശിവലിംഗങ്ങൾ ആയി 5 പേരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പാണ്ഡവർ 5 പേരും ആ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുകയും ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അവർ കളങ്കരഹിതരായി. പിന്നീട് ആ ക്ഷേത്രം നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ 5 ശിവലിംഗങ്ങളും ഒരു സമചതുര ആകൃതിയിലുള്ള തറയിലാണ് കാണപ്പെടുന്നത്. ഓരോ ലിംഗത്തിനു മുൻപിലും ഒരു നന്ദിയെയും കാണാം. പാണ്ഡവൻ കുണ്ട് എന്ന ഒരു കുളവും അവിടെയുണ്ട്. അതിലെ വെള്ളമെടുത്ത് കൈകാലുകൾ ശുദ്ധി വരുത്തിയാണ് ഭക്തർ മഹാദേവന് പൂജ ചെയ്യുന്നത്.
ശിവലിംഗങ്ങൾക്ക് സമീപം ഒരു ഹനുമാന്റെയും ദേവിയുടെയും പ്രതിഷ്ഠയും ഞങ്ങൾക്ക് അവിടെ കാണാനായി. 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ശിവലിംഗങ്ങൾ കടൽക്ഷോഭത്തിലോ മറ്റു ദുരന്തങ്ങളിലോ ഒന്നും നശിക്കാതെ നിൽക്കുന്നു. ഭാവനഗർ രാജവംശമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മേലധികാരികൾ. വർഷത്തിലൊരിക്കൽ കൊടി മാറാനുള്ള അവകാശവും ഇവർക്ക് തന്നെയാണ്. എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടാത്ത അത്യത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു നിഷ്കളങ്ക മഹാദേവ ക്ഷേത്ര ദർശനം ഞങ്ങൾക്ക്.